നമസ്കാരം. മണ്ണിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ കാർഷിക മേഖലയുടെ മുഖച്ഛായ മാറ്റിയ കാട് കാർഷിക വിജ്ഞാന കേന്ദ്രത്തെക്കുറിച്ചാണ് മണ്ണിൻ്റെ ഈ ലക്കത്തിൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലയിലെ കാർഷിക മുന്നേറ്റത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് ഈ സ്ഥാപനമാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ 1995 പത്തനംതിട്ട ജില്ലയിൽ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ഗവേഷണങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ശാസ്ത്രീയമായ അറിവുകളും ആധുനിക സാങ്കേതിക വിദ്യകളും കർഷകരിലേക്ക് എത്തിക്കുകയാണ് KVKയുടെ മുഖ്യ ലക്ഷ്യം. 100 കണക്കിന് കർഷക കൂട്ടായ്മകളാണ് ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നത്. ആധുനിക ലാബുകളും സഹായമനസ്കരായ കാർഷിക വിദഗ്ധരുമാണ് സ്ഥാപനത്തിൻ്റെ ജീവനാഡി. എട്ട് ഹെക്ടറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഗവേഷണ കേന്ദ്രത്തിൽ കൃഷിസ്ഥലങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഔട്ട്ലെറ്റുകൾ, പരിശീലനത്തിന് വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. റബ്ബർ കൃഷിയുടെ ഈറ്റില്യമായ പത്തനംതിട്ടയിൽ മറ്റു വിളകൾക്കും സാധ്യതയുണ്ടെന്ന് കർഷകർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ ഗവേഷണ സ്ഥാപനമാണ്. ഭക്ഷ്യവിളകളുടെ കൃഷിക്കാണ് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഈ കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും കൃഷിയുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുക എന്നതിലുപരി കൃഷി ഒരു താരതമ്യേന ഒരു ഉപജീവനം എന്നതിനെക്കാട്ടി കൂടുതലൊരു വ്യവസായമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഈ 18 വർഷത്തോളമായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്തു വരുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ഈ പല രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ നെല്ല് ഒരു പ്രധാന വിളയാണ്. അതുകൊണ്ട് തന്നെ നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്ന രീതിയിലുള്ള ലോ ഇൻപുട്ട് ഗുഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ചെലവ് കുറച്ച് നല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉള്ള കൃഷി രീതി കൃഷി വിജ്ഞാന കേന്ദ്ര ജില്ലയിലെ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴക്കൃഷിയിൽ ഇരട്ട വാഴ കൃഷി ഒരു സാധ്യത ആണ് ഉൽപ്പാദനക്ഷമത കൂട്ടാൻ. അപ്പോൾ അതുപോലെ ആനിമൽ ഹസ്ബൻഡറിയിൽ പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുക, മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ മൂല്യവർദ്ധിത മേഖലയിൽ പ്രത്യേകിച്ച് പാഴായി പോകുന്ന ഫലവർഗ്ഗങ്ങളുടെ പ്രോസസ്സിങ് വഴി അത് കർഷകർക്കും സ്ത്രീകൾക്കും ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ള ശ്രമങ്ങളൊക്കെ കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്യുന്നുണ്ട്. ഉൽപാദനക്ഷമത കൂട്ടാനുള്ള പ്രവർത്തനങ്ങളാണ് KVK ആദ്യം ഏറ്റെടുത്തത്. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കാനുള്ള പ്രോത്സാഹനങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ ഫലം കണ്ടു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മേജർ ട്രസ്റ്റ് ഈ 10-11 കാലഘട്ടത്തിൽ പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതി സമയത്ത് നെല്ലിൻ്റെ ഉൽപ്പാദനം, അതുപോലെ തന്നെ ഈ നമ്മുടെ ഫാലോ ലാൻഡ്സ് തരിച്ചു കിടക്കുന്ന നെൽഭൂമികൾ പാടശേഖരങ്ങൾ കൃഷിയുക്തമാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമമാണ് നടത്തിയിരുന്നത്. നമ്മുടെ ജില്ലയിൽ നേരത്തെ എടുക്കുകയാണെങ്കിൽ 10ാം പഞ്ചവത്സര പദ്ധതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ 2.3 ടൺസ് ആയിരുന്നു പെർ ഹെക്ടർ ഈൽഡ്. ഇപ്പോൾ അതേണ്ട 3.2 ടൺസ് പെർ ഹെക്ടറായി. അത് KVKയുടെയും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഒന്നിച്ചുള്ളൊരു പ്രവർത്തനത്തിൽ നിന്നുള്ളൊരു ശ്രമമാണ്. അതുപോലെ തന്നെ ഇപ്പം നെൽകൃഷി ഒരു വരുമാനം കിട്ടുന്ന ഒരു വിളയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ തണ്ണിമത്തൻ കൃഷി. നമ്മുടെ പണ്ട് പാടശേഖരങ്ങൾ തരിച്ച് കിടക്കുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് തണ്ണിമത്തൻ കൃഷി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു വളരെ ലാഭകരമായിട്ട് വരുന്നൊരു സംവിധാനമായിട്ട് മാറി. അതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടയുടെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളൊരു ശ്രമം നടത്തി. ഇപ്പം ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കാവേരി എന്ന് പറയുന്ന പല യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ പോൾട്രി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ
പല പരീക്ഷണങ്ങൾ കർഷക പങ്കാളിത്തത്തോടുകൂടി നടത്തി അത് ഉൽപ്പാദനം ജില്ലയിലെ മുട്ടയുടെ ഉൽപ്പാദനം കൂട്ടാം എന്നുള്ള രീതിയിൽ കൃഷി വിജ്ഞാന ചെയ്തു. അപ്പോൾ അതിൽ ഏകദേശം ഒരു 16% ഈ ജില്ലയിലെ ഇംപ്രൂവ്ഡ് വെറൈറ്റീസിൻ്റെ ഒരു പോപ്പുലേഷനിൽ KVKയുടെ കൃഷി വിജ്ഞാന കേന്ദ്രയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. വിദഗ്ധരുടെ ഒരു ചെറിയ സംഘം മാത്രമേ ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലുള്ളൂ. എന്നാൽ കർഷകരുടെ തന്നെ കൂട്ടായ്മയിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നു. ഇതിനായി 35 ഫാർമേഴ്സ് ക്ലബ്ബുകളാണ് KVKയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഈ കൃഷി വിജ്ഞാന കേന്ദ്ര 35ഓളം ഫാർമേഴ്സ് ക്ലബ്ബുകൾ ഇന്ന് കൃഷി വിജ്ഞാന കേന്ദ്രമായിട്ട് ചോദിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ബ്ലോക്കുകളിലായിട്ട്. അപ്പോൾ ഇതെല്ലാം ഫാർമേഴ്സ് സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. മുട്ടമണ്ണ നമുക്കൊരു ഫാർമർ ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഈ എല്ലാ ഇൻഫർമേഷനും കർഷകർക്ക് അവിടെ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കർഷകരുടെ പ്രൊഡ്യൂസേഴ്സ് കൊണ്ടുവച്ച് അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അതായത് കർഷകരാണ് തീരുമാനിക്കുന്നത് എത്ര രൂപയ്ക്ക് ഞാൻ എൻ്റെ വിള വിൽക്കണം എന്നുള്ളത്. അവർ തീരുമാനിച്ച് അവിടെ വെച്ച് ഗുണഭോക്താക്കൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വൺ സ്റ്റോപ്പ് ഹബ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു സംവിധാനം നിലവിലുണ്ട്. കർഷകർക്കാവശ്യമായ നടീൽ വസ്തുക്കൾ മുഴുവൻ ലഭ്യമാക്കാൻ KVKയിൽ സൗകര്യമുണ്ട്. പച്ചക്കറി കൃഷിയിൽ കർഷകോപകാരപ്രദമായ നിരവധി പരീക്ഷണങ്ങൾ കാട് KVKയിൽ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമാണ് മഴമറയ്ക്കുള്ളിലെ സൂക്ഷ്മകൃഷി. ചെറിയ കുടുംബങ്ങൾക്കാവശ്യമായ പച്ചക്കറികൾ മുഴുവൻ കൃഷി ചെയ്യാവുന്ന രീതിയിലുള്ള പോർട്ടബിൾ മഴമറയാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത്. എല്ലാ സീസണിലും പച്ചക്കറി കൃഷി ചെയ്യാമെന്നതാണ് മഴമറയുടെ നേട്ടം. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് അവിടെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു റെയിൻ ഷെൽട്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പോർട്ടബിൾ റെയിൻ ഷെൽട്ടറാണ്. ഇത് നമുക്ക് അഴിച്ച് മാറ്റി പുനഃസ്ഥാപിക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ചെറിയൊരു വാഹനത്തിൽ നമുക്ക് ഇത് കയറ്റിക്കൊണ്ട് പോകാനും ഒക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് വീട്ടുമുറ്റത്ത് സ്ഥാപിക്കാം. അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലുമൊക്കെ ലളിതമായിട്ട് സ്ഥാപിക്കാൻ സാധിക്കും. ഇത് പച്ചക്കറി കൃഷിക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധ ഇനം പച്ചക്കറികൾ ഒരേ സമയം തന്നെ നമ്മളിതിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സീസണിലും വർഷം മുഴുവൻ നമുക്കിതിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. 30,000 രൂപയാണ് ഈ സംവിധാനത്തിൻ്റെ നിർമ്മാണ ചെലവ്. കൃഷി വകുപ്പ് സബ്സിഡി കൂടി നൽകിയാൽ ഈ സംവിധാനം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാകും. സൂക്ഷ്മകൃഷിയിൽ പച്ചക്കറിക്ക് വളപ്രയോഗം നടത്തുന്നതിന് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ പാവൽ കൃഷിയിലാണ് പരീക്ഷണം. കേരളത്തിന് പറ്റുന്ന ഒരു ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പരീക്ഷണം ഇവിടെ നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 വളങ്ങളുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ 3 ഷെഡ്യൂളുകളാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷെഡ്യൂളുകൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം കഴിയുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് അനുവർത്തിക്കാൻ പാവൽ കൃഷിയിൽ അനുവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഷെഡ്യൂൾ ലഭ്യമായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും 3 വളങ്ങളുടെ കോമ്പിനേഷൻ, അതുപോലെ വെള്ളം കൊടുക്കുന്നതിലുള്ള 3 അളവുകളുടെ കോമ്പിനേഷൻ, അതുപോലെ ചെടിയുടെ ചുവട് മൾച്ച് ചെയ്യുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ, ഈ തരത്തിലുള്ള കോമ്പിനേഷനുകളാണ് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടീൽ വസ്തുക്കൾക്ക് പുറമെ ജൈവ കുമിൾനാശിനികളായ ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ് തുടങ്ങിയവയും KVKയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. കീടനാശിനികൾ ഒഴിവാക്കി ജൈവ രീതിയിൽ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഫെറമോൺ കെണി പോലുള്ള സംവിധാനങ്ങളും കർഷകർക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ജൈവ കുമിൾനാശിനിയായ ട്രൈക്കോഡെർമ, അതുപോലെ തന്നെ ബാക്ടീരിയ ആയിട്ടുള്ള സ്യൂഡോമോണാസ്, ജൈവ കീടനാശിനികളായ പൊങ്കാമിയ നീം സോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാണിച്ചങ്ങ് പറയട്ടെ. ഇത് പച്ചക്കറി കായ്ച്ചക്കണിയാണ്. ഇതാണെങ്കിൽ നമ്മുടെ പാവൽ, പടവലം, വെള്ളരി, മത്തൻ, കുമ്പളം അതുപോലത്തുള്ള വെള്ളരി വർഗ്ഗ വിഭാഗത്തിൽ സാധാരണ രീതിയിൽ കർഷകർക്ക് ഭയാനകമായിട്ടുള്ള ഒരു കീടമാണല്ലോ കായ്ച്ചക്കണി.
കായ്ച്ച. ഈ കായ്ച്ചയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണ് ഇത്. ക്യൂലൂർ ട്രാപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 15 സെൻറ്റിന് ഒരെണ്ണമെന്നുള്ള രീതിയിൽ പൂവിടുന്ന സമയം മുതൽ കൊച്ചു കാ പിടിക്കുന്ന സമയം വരെ ഇത് തൂക്കിയിടാം. അപ്പോൾ ആണീച്ചകളെല്ലാം ഈ ട്രാപ്പിൽ വീഴുകയും കായുണ്ടാകുന്ന സമയത്ത് പെണ്ണീച്ചയ്ക്ക് മുട്ടയിടാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നതോടെ കായ്ച്ച് ഏകദേശം ഒരു 60% നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൃഷിക്കാർക്കായുള്ള നിരവധി പരിശീലന പരിപാടികളും പ്രദർശനങ്ങളും KVKയിൽ നടക്കാറുണ്ട്. കർഷകർക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരവും ഇത്തരം മേളകളിൽ ഉണ്ടാകാറുണ്ട്. KVKയിലെ പരിശീലന പരിപാടികളിൽ പ്രധാനപ്പെട്ടത് കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. 1995 മുതൽ ഇവിടെ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നുണ്ട്. വിത്തുൽപാദനത്തിനായി മികച്ചൊരു ലാബ് തന്നെ KVKയിൽ പ്രവർത്തിക്കുന്നു. കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂണിൻ്റെ പരിശീലന പരിപാടികൾ 1995 മുതൽ ആരംഭിച്ചതാണ്. അതിൽ കർഷകർക്ക് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൂൺ വിത്തുൽപാദനവും, അത് കൂണ് വിത്ത് കിട്ടുന്നില്ല എന്നുള്ളതും കീടത്തിൻ്റെ പ്രശ്നമായിരുന്നു. വിത്തുൽപാദനം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആ കാലങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ 2000 ആണ്ടിൽ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ വിത്തുൽപാദന യൂണിറ്റ് തുടങ്ങി. അന്ന് ഏകദേശം മാസത്തിൽ ഒരു 250 വിത്തുൽപാദനം എന്നുള്ള ലെവലിലാണ് തുടങ്ങിയത്. ഇപ്പോൾ നാഷണൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി 2012 ആയപ്പോഴത്തേക്ക് 1000 വിത്ത് ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലുള്ളൊരു ലാബ് ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ കാലയളവിൽ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം കൂൺ ഉൽപ്പാദനം 12,000 കിലോയോളം ആയിട്ടുണ്ട്. 10 അടി നീളവും 10 അടി വീതിയുമുള്ള മുറിയുണ്ടെങ്കിൽ 5000 രൂപ ചെലവിൽ കൂൺ കൃഷി തുടങ്ങാനാകും. 47 സ്ഥിരം കർഷകരാണ് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടത്തിൽ കൂൺ കൃഷി നടത്തുന്നത്. 5 സ്വയം സഹായ സംഘങ്ങൾ ചേർത്ത കൂൺ കർഷകരുടെ ഒരു സൊസൈറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ വർഷം 2013 ജൂണിൽ ഇടനാട് മഷ്റൂം ഗ്രോവേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ് ഈ കൂൺ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ബേസിലാണ് ഇപ്പോൾ കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂണിൻ്റെ വിത്തുൽപാദനവും അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ മാർക്കറ്റിങ്ങും എല്ലാം നടക്കുന്നത്. ഇവർക്ക് എല്ലാവരും ചേർന്ന് മാർക്കറ്റിങ്ങിന് ഒരാളിനെ നിർത്തിയിട്ടുണ്ട്. ഈ ആൾ 2 കിലോ കൂൺ വെച്ച് നമ്മൾ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ ചെന്നെടുത്ത് നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ, കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് 2 ഔട്ട്ലെറ്റ് ഉണ്ട്, ആ ഔട്ട്ലെറ്റ് വഴി വിൽപ്പനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാസത്തിൽ ഒരു തവണയെങ്കിലും കാർഡ് KVKയിൽ കൂൺ കൃഷി പരിശീലന പരിപാടി നടക്കാറുണ്ട്. മണ്ണിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം പൗൾട്രി മേഖലയിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച്. പത്തനംതിട്ട ജില്ലയിലെ കോഴി സമ്പത്തും മുട്ടയുൽപാദനവും വർദ്ധിപ്പിക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കും കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം മുൻതൂക്കം നൽകുന്നു. ഇതോടൊപ്പം തൊഴിലാളികളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും ഈ സ്ഥാപനം നടത്തുന്നു. കാർഡ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ മൃഗസംരക്ഷണ വിഭാഗം മുട്ടക്കോഴി വളർത്തലിനാണ് പ്രാധാന്യം നൽകുന്നത്. ശരാശരി 100 രൂപ നിരക്കിൽ
45 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. നല്ല മുന്തിയ ഇനം മുട്ടക്കോഴികളെ ഇവിടെ ജില്ലയിൽ പോപ്പുലറൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗ്രാമലക്ഷ്മി, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കാവേരി ഇനത്തിൽപ്പെട്ട കോഴികളെയാണ് നമ്മളിപ്പം പോപ്പുലറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ മെയിനായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി, എല്ലാ വീട്ടിലും ഒരു 5 കോഴി അല്ലെങ്കിൽ 10 കോഴി എന്നുള്ള രീതിയിൽ, അതായത് വീട്ടിലെ വേസ്റ്റുകൾ ഉപയോഗിച്ച് മെയിനായിട്ട് ഫാമിലി ലേബർ കൂടുതൽ ചിലവില്ലാത്ത രീതിയിൽ എല്ലാ വീട്ടിലും ഒരു 5ഓ 10ഓ കോഴിയെ വളർത്താൻ പറ്റുന്ന രീതിയാണ് നമ്മൾ പോപ്പുലറൈസ് ചെയ്യുന്ന മെയിനായിട്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ വർഷവും ഇതുവരെ ജില്ലയിലെ ടോട്ടൽ ഈ ഇംപ്രൂവ്ഡ് വെറൈറ്റി, അതായത് മുന്തിയ ഇനം കോഴികളുടെ പോപ്പുലേഷനിലൊരു 10% വരെ ഓരോ വർഷവും നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കോഴികളെ പറമ്പിൽ തുറന്നുവിട്ട് വളർത്തുന്ന രീതിയാണ് KVK ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എന്നാൽ പല വീടുകളിലും ഇത് പ്രായോഗികമല്ലാതായതോടെ കൃഷി വിജ്ഞാൻ കേന്ദ്രയിൽ തന്നെ പ്രത്യേക കോഴിക്കൂട് രൂപകൽപ്പന ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മിക്ക വീടുകളും ഫുള്ളി ലാൻഡ്സ്കേപ്ഡ് അല്ലെങ്കിൽ ടൈൽഡ് വീടുകളായിരിക്കും പൊതുവേ കാണാറുള്ളത്. അങ്ങനത്തെ വീടുകളിൽ കോഴികളെ അഴിച്ചുവിട്ട് വളർത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ തന്നെ ഞങ്ങളൊരു മുൻനിര പ്രദർശനമായിട്ട് കേജ് സിസ്റ്റം ഓഫ് റെയറിങ്, അതായത് കൂടുകളിൽ ഇട്ട് കോഴിയെ വളർത്തുന്ന ഒരു രീതി നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. അത് വളരെ സക്സസ്ഫുൾ ആയതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ ട്രെയിൻ ചെയ്ത് എങ്ങനെയാണ് ഈ കൂടുകൾ നിർമ്മിക്കുന്ന എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പം പബ്ലിക്കിന് വേണ്ടി നമ്മൾ കേജുകൾ നിർമ്മിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കൂട്ടിൽ ഒരു 8 കോഴി 16 കോഴിയുടെയൊക്കെ യൂണിറ്റുകൾ നമുക്ക് 3000-4000 രൂപ റേഞ്ചിലും, അതുപോലെ വലിയ കൂടുകൾ ഒരു 18 കോഴിയൊക്കെ ഇടുന്ന കൂടുകൾ 7000 രൂപ റേഞ്ചിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കോഴി വളർത്തലും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കർഷകർക്ക് നിർദ്ദേശങ്ങളും പരിശീലനവും ലഭിക്കും. ഇതിനെല്ലാം പുറമെ കർഷകർക്ക് ഉപകാരപ്രദമായ ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കാനും KVK മുൻകൈയെടുക്കുന്നു. തൊഴിലാളിക്ഷാമം രൂക്ഷമായ കാലത്ത് ജോലിഭാരം കുറയ്ക്കാൻ ഇത്തരം ഉപകരണങ്ങൾ കർഷകരെ സഹായിക്കും. ഇത് സൈഡ് ബ്രാഞ്ച് പ്രൂണറാണ്. ഇപ്പോൾ മരത്തെ കയറിയാൽ നമുക്ക് ഈ ബ്രാഞ്ചിൽ റീച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് വിടുക, ഇതുകൊണ്ട് വലിക്കുക. അതിന് വലിയ ബ്രാഞ്ച് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാമോ? ഇതിന് സോയുണ്ട്. ഈ സോ ഇതേ ഫിറ്റ് ചെയ്യാം. അപ്പോൾ വലിയ ബ്രാഞ്ചസ് ഇതേ കട്ട് ചെയ്യാൻ പറ്റും. ഇതേ ഫിറ്റ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇത് വലിയ ബ്രാഞ്ചസ് ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് ടെലസ്കോപ്പിംഗ് ആണ്. 10 അടി നീളമുണ്ട് ഇതിന്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് 15 അടി മേലുള്ള സാധനങ്ങൾ വരെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് സോയാണ്, കാണാമല്ലോ. ഇത് ഹൈറ്റിൽ പോവും. ഇത്രയും ഹൈറ്റ് കിട്ടും ഇതിന്. അപ്പോൾ മേളത്തെ ബ്രാഞ്ച്, വലിയ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് താഴെ ഇടാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. ഇതിലും നീളമുള്ളത് ഞങ്ങളുടെ അവൈലബിൾ ഉണ്ട്. ഇത് ഫ്രൂട്ട് ഹാർവസ്റ്ററാണ്. ഇതിൽ 10 അടി നീളമുണ്ട്. ഇത് കട്ട് ആൻഡ് ഹോൾഡാണ്. മാങ്ങയോ അങ്ങനെയുള്ള ഫലങ്ങൾ നമുക്ക് കട്ട് ചെയ്തിട്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടി, താഴെ വീഴത്തില്ല. അതിൽ ഹോൾഡറുണ്ട്. ഇത് വലിച്ച താഴെ വീഴത്തില്ല. നേന്ത്രവാഴകൾ കാറ്റിൽ വീണുപോകുന്നത് തടയുന്ന കോളർ റിംഗ് സംവിധാനവും കാട് KVKയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ ഈ സംവിധാനത്തോട് കർഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. കോളറിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഇവിടുന്ന് കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്യൂഡോസ്റ്റം സ്ട്രിംഗ് സ്റ്റാൻഡേർഡ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത്
കോളറിങ് ഉപയോഗിച്ച് വാഴകൾക്ക് താങ്ങ് കൊടുക്കുന്ന രീതിയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വാഴകൾ കുലയ്ക്കുന്ന സമയത്താണ്. അതായത് ഒരു തോട്ടത്തിലാണെങ്കിൽ ഒരു 40% വാഴകൾക്ക് കുല തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാ വാഴകൾക്കും ഈ കോളർ സ്ഥാപിച്ചു കൊടുക്കും. ഏറ്റവും ഹൈറ്റിൽ തന്നെ വാഴയുടെ കൊലയുടെ തണ്ടിനോട് ചേർന്ന് ഈ കോളർ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എല്ലാ വാഴകൾക്കും കോളർ ഇട്ടിട്ട് കോളറുകൾ പരസ്പരം നമ്മൾ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ 4 നമ്പർ കയർ ഉപയോഗിക്കാനാണ് പറയുന്നത്. ആ കയർ ഉപയോഗിച്ചിട്ട് ഈ കോളറുകളെല്ലാം നമ്മൾ പരസ്പരം വലിച്ചു കെട്ടും. അറ്റത്ത് നിൽക്കുന്ന അതിരുകളിൽ നിൽക്കുന്ന വാഴകളെല്ലാം കുറ്റിയടിച്ച് അതിലോട്ട് വലിച്ചു കെട്ടും. അപ്പോൾ എല്ലാ വാഴകളും ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് സാധാരണ രീതിയിലുള്ള കാറ്റുകളൊക്കെ അടിച്ചാൽ പോലും വാഴകൾ മറിഞ്ഞ് പോകുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് 2 കൊല്ലമായിട്ട് കർഷകർ ഇത് വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നല്ല റിസൾട്ടാണ് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കർഷകർക്ക് ഉപകാരപ്രദമായ ഇടപെടലുകളിലൂടെ മഹത്തായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം. യുവാക്കളെ കൂടുതലായി കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളാണ് ഇവിടെ ഇനി ആവിഷ്കരിക്കുന്നത്. ഈ അട്രാക്റ്റിംഗ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ, യുവജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് KVKയുടെ ഒരു 12th പ്ലാനിലെ പ്രത്യേകിച്ച് ഒരു പരമപ്രധാനമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങളൊരു വിഷൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഡയറി സെക്ടറിൽ ഇന്ന് ഈ ഡയറി സെക്ടറിൽ ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ ജില്ലയിൽ തന്നെ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അതുപോലെ തന്നെ ടെക്നോളജി അതുപോലെ ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ക്വാളിറ്റി ടെക്നോളജീസ് കർഷകർക്ക് അല്ലെങ്കിൽ ഈ യുവജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം അട്രാക്റ്റിംഗ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ എന്നുള്ളത് KVKയുടെ ഒരു വിഷനായിട്ട് തന്നെ ഞങ്ങളിപ്പം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. മണ്ണിൽ ഒരിടവേള കൂടി. മണ്ണിലിനി കർഷകർക്കുള്ള അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ മാവിൻ്റെ പഴയീച്ചക്കെണിയും പച്ചക്കറികൾക്കുള്ള പഴയീച്ചക്കെണിയും 100 രൂപ 150 രൂപ നിരക്കിൽ ലഭ്യമാണ്. ഇതിനു പുറമെ കർഷകർക്കുള്ള വിവിധ പരിശീലന പരിപാടികളും മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ നടക്കുന്നു. പച്ചക്കറി കൃഷിയും ജൈവ ജീവാണു കീടനാശിനി നിർമ്മാണവും എന്ന വിഷയത്തിൽ നവംബർ 17, 18, 19 തീയതികളിലാണ് പരിശീലനം. 1500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിലുള്ള പരിശീലന പരിപാടി 11, 12, 13 തീയതികളിൽ നടക്കും. ഇതിനും 1500 രൂപയാണ് ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8086405476 അല്ലെങ്കിൽ 9645420575. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, മണ്ണ്, റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ്, HMT കോളനി PO, എറണാകുളം.